ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫഡ്ജി ബ്രൗണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളി ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇത് 300 ഗ്രാംസ് കോമ്പൗണ്ട് ചോക്ലേറ്റ്, 2 മുട്ട, അരക്കപ്പ് മൈദ, അരക്കപ്പ് കൊക്കോ പൗഡർ, കോഫി പൗഡർ 1 ടീസ്പൂൺ, വാനില എസൻസ്, 1 കപ്പ് പഞ്ചസാര, മുക്കാൽ കപ്പ് അൺസാൾട്ടഡ് ബട്ടർ, ചോക്ലേറ്റ് ചങ്ക്സ്, ചോക്ലേറ്റ് ചിപ്സ്. ഇത് ഓപ്ഷണലാണ്. ഇതൊരു ഫഡ്ജി ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോക്ലേറ്റ് ചിപ്സും ചോക്ലേറ്റ് ചങ്ക്സും ഒക്കെ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചോക്ലേറ്റും ബട്ടറും മെൽറ്റ് ചെയ്യണം. അതിനായിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ടറും 300 ഗ്രാംസ് ചോക്ലേറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മെൽറ്റായി വരണം. അപ്പോൾ അതാ ഏകദേശം മെൽറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് എടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൂളായതിന് ശേഷം നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അരക്കപ്പ് മൈദ, അരക്കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ കോഫി പൗഡർ. ഇതെല്ലാം നമ്മളൊന്ന് സീവ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ നമ്മുടെ ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്സും ചോക്ലേറ്റ് ചങ്ക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ മിക്സ് നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഈവൻ ആയിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
ഇനി ഈ കേക്ക് ബാറ്റർ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 to 30 മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. ബ്രൗണീസിനൊക്കെ ഇങ്ങനെ മുകളിൽ ഒരു ക്രസ്റ്റ് പോലെ ആയിട്ടാണ് നിൽക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള ചോക്ലേറ്റ് ഫഡ്ജി ബ്രൗണി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. And thanks for watching my video. Please like, comment and subscribe my channel.